സ്ത്രീകൾ നയിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ടാവും. നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല, അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളുണ്ട്, ജെൻസുണ്ട് അതിൽ. അത് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊന്നും കഴമ്പില്ലെന്ന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഇത്രയധികം സപ്പോർട്ടോടുകൂടെ ആ കാൻഡിഡേറ്റ് ജയിക്കില്ലല്ലോ. ഈ കേസ് എടുക്കാൻ ശുഷ്കാന്തി കാണിച്ച പോലീസിൻ്റെ വിവരക്കേട്, അതിന് കൂട്ടുനിന്ന ജുഡീഷ്യറിയുടെ വിവരമില്ലായ്മ, ഇത് രണ്ടും ചേർന്നതാണ് ആ കേസ്. അല്ലെങ്കിൽ ഇത് ഹൈക്കോടതി സ്റ്റേ കിട്ടുന്ന കാര്യമില്ലല്ലോ. അമ്മയുടെ പ്രസിഡന്റായി ഒരു വനിത ആ സ്ഥാനമേൽക്കുകയാണ്. ജനറൽ സെക്രട്ടറിയായും ഒരു വനിത വരികയാണ്. വൈസ് പ്രസിഡന്റായും ഒരു വനിത വരികയാണ്. അതിലപ്പുറം 4 പേർ. ഇത്തവണ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വനിതാ സംവരണം ഉണ്ടാക്കിയത്. അതിൽ 5 പേർ മത്സരിച്ചു, 4 പേർ. അപ്പോൾ ആലോചിച്ച് നോക്കുക, 4, 2, 6, 1, 7 പേര് അല്ലേ? 7 പേർ അമ്മയുടെ നേതൃത്വ നിരയിലേക്ക് വരികയാണ്. അത് വലിയ സന്തോഷത്തോടു കൂടി, വലിയ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ആശയം അമ്മയുടെ ഈ മുതിർന്ന വളരെ സീനിയറായിട്ടുള്ള അഭിനേതാക്കൾക്കും അമ്മയുടെ അംഗങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വലിയ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്.